രാജുവേട്ടനും ബേസിലേട്ടനും ഓഡിയൻസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്നു. യെസ് യെസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത്. സോ നൗ കൊച്ചിക്ക് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിൽക്കുമ്പോ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും? രാജുവേട്ട പ്ലീസ് പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ വരുമ്പം പാടാതെ എങ്ങനെയാണ് രാജുവേട്ട? ഹൗ ക്യാൻ വി ലൈക്ക് കൺക്ലൂഡ് വിത്തൗട്ട് യുവർ സോങ്? പുറത്തു പോയപ്പോ പാടിയപ്പോ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ? നിങ്ങളുടെ എനർജി നല്ലപോലെ ഹൈ ആണെങ്കിൽ രാജുവേട്ടൻ ഒരു മടിയും കൂടാതെ പാടുന്നതായിരിക്കും. സോ കം ഓൺ, ഷോ യുവർ ലവ് പീപ്പിൾ. രാജുവേട്ട പ്ലീസ്. എനിക്കൊന്ന് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ജനത്തിന് കേൾക്കാൻ താല്പര്യം ബേസിലിന്റെ പാട്ടാണ്. എനിക്ക് ആക്ച്വലി ബേസിലിന്റെ പാട്ട് അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലാസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം. ബേസിലേട്ടന്റെ പാട്ട് ഉണ്ടായിരിക്കും. 2 പാട്ട് വരെ താങ്ങില്ല. ഇല്ലില്ല, എന്നാ 2 പേരുടെ ഒരു ഗ്രൂപ്പ് സോങ് ആയാലോ? അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? സൂപ്പർ ആയിരിക്കും. ബേസിലേട്ടൻ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. എന്താണ് കാണേ കാണേ കൺമൂടുന്നതാ, കേൾക്കേ കേൾക്കേ കാതുവരിൽ രോദനമെന്നോ ദൂരെ ഹരിസാന്ത്വനം മൃദുസാന്ത്വനം ഇന്നെവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി പുതിയ ഇനിയൊരു പുതിയ മുഖം. രാജുവേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ബേസിലേട്ടന്റെ പുതിയ മുഖം അതൊന്നുകൂടെ. ഓക്കെ, യെസ്, കം ഓൺ. ഒരു സാന്ത്വനം, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി എവിടെയാണ്, ഇനി ഉയരുന്നൊരു സൂര്യമുഖം. ഇനി ഒരു പുതിയ മുഖം, പുതിയ മുഖം. ഇനി ഒരു പുതിയ മുഖം. ശ്രുതിയൊക്കെ പിടിച്ച് പാടാൻ അറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ മുഖം എന്ന് പാടിയത്.